ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്നിവിടെ അറബിക് ഡിഷിലുള്ള ഫത്തായർ ജിബനും ഫത്തായർ ചിക്കനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അതിന് നമ്മളിവിടെ ആദ്യം തന്നെ ഒരു 200 മില്ലി പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഉപ്പും 1 മുട്ടയും 1 ടേബിൾ സ്പൂണ് ഖമീറും 50 മില്ലി ഓയിലും 100 മില്ലി വാട്ടറുമാണ് എടുത്തത്. പിന്നെ അതിലേക്ക് 500 ഗ്രാം 2 കപ്പ് മൈദയും കൂടി ഇട്ടിട്ട് നമ്മൾ ശരിക്കും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നല്ല വൃത്തിക്കൊന്ന് നല്ലൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് മുകളിൽ കുറച്ചൊരു എണ്ണ തടവിയിട്ട് നമ്മളൊരു 45 മിനിറ്റ് നേരം ഇതിനൊരു കവർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇടുന്ന ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനു വേണ്ടിക്ക് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കന് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വളരെ ചെറുതായിട്ട് ക്യൂബിക്കായിട്ട് വെട്ടിയിട്ടുണ്ട്. അതൊരു ഫ്രൈ പാനിലേക്ക് ഒരു 50 മില്ലി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് അതിനൊരു കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് മാറ്റിയിട്ട് അതേ ഫ്രൈ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ഉള്ളി ചെറുതായിട്ട് നമ്മൾ ആംപ്ലേറ്റിനൊക്കെ വെട്ടുന്ന പോലെ ചെറുതായി വെട്ടിയിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ക്യാപ്സിക്കൻ, അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി ഗാർലിക്കിൻ്റെ പേസ്റ്റ്, കുറച്ച് മുളകിൻ്റെ പൊടി, കുറച്ച് ബ്ലാക്ക് പേപ്പർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പിലൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കനും ഇതൊക്കെ ഒന്ന് വെന്ത് ഉടനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച് ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു 50 ഗ്രാം മൊസറല്ല ചീസ് ഇടാം. മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ കുറച്ച് മയോനീസ് ഇട്ടാലും മതി. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് നേരമായി. ഈ 45 മിനിറ്റ് കൊണ്ട് നമ്മളെ മാവ് ഏകദേശം നല്ല ശരിക്കൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നതിനെ ഒന്നും കൂടി നമ്മളതിനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ചെറിയ ബോളാക്കിയിട്ട് നമ്മളിതിനെ പിടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുന്ന നേരം കൊണ്ട് നമ്മളൊരു ട്രേയിൽ വേപ്പിംഗ് പേപ്പർ ഇട്ട് ഇതുപോലെ ഓരോ ബോളും നമ്മൾ ഉള്ളം കയ്യിലേക്ക് ഇട്ട് ഇതുപോലെ സെൻട്രലിൽ, സൈഡിലൊന്നും വരരുത്, സെൻട്രലിൽ മാത്രം ഈ ഫില്ലിങ് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ അരുവിലേക്കൊന്നും ഈ മസാല വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ബലം കൊടുക്കാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് ആ ഫില്ലിങ് ഇട്ട് ഇതുപോലെ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു ബവളിലേക്ക് ഈ മസാല ഇട്ടതിന് ശേഷം മോൾ ഭാഗം ഒന്ന് കൂട്ടി പിടിച്ചെടുത്താൽ മതി. ബവളിൽ ഇടുകയാണെങ്കിൽ കുറച്ച് എണ്ണ തടവണം. അതിന് ശേഷം നമ്മൾ ഈ ഇതൊക്കെ മസാല ഒക്കെ ഈ എല്ലാം ഇട്ട് ഒന്ന് ബോളൊക്കെ ഒന്ന് ഫില്ലായതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെടുക്കുകയാണ്. നമ്മളെ ബർഗർ ബന്നും കൂടെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ബർഗർ ബന്ന് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫില്ല് ചെയ്യാതെ ഇതുപോലത്തെ ഒരു ബോൾ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബർഗറിൻ്റെ ബന്ന് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഓവനിൽ വെച്ച് ഒരു 190 ഡിഗ്രി സെക്ഷനിൽ ഒരു 12 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം ഇതുപോലെ നമ്മളിതാ കറക്റ്റ് ഫില്ലായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി അതിൽ ബാലൻസ് ഉള്ള കുറച്ച് മാവിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് നീളത്തിൽ ആ മാവിനെ കുറച്ചൊന്ന് നീളത്തിൽ പിടിച്ച് ഇതുപോലെ ഒരു വിരലിൻ്റെ വീതിയിൽ നമ്മൾ അല്ലൂമി ചീസോ അക്കാവി ചീസോ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് സോൾട്ട്, കോക്കമ്പർ, അതുപോലെ തന്നെ
എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാൻ പറ്റും. കുറച്ച് ചീസ് വിട്ടതിന് ശേഷം ഇതുപോലെ എല്ലാ നീളത്തിൽ നമ്മൾ ചെയ്ത് മോൾ ഭാഗത്ത് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ഒരു ചെറിയൊരു സ്ക്രാച്ച് ഇടുക. അധികം ഉള്ളിലേക്കൊന്നും പോകരുത്, ഒരു മോൾ ഭാഗത്ത്. അത് ഒരു ഫിനിഷിങ് വരാനും ഒരു വിട്ട് നിന്നിട്ടൊരു ഫിനിഷിങ്ങിൽ നല്ല വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാനാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ടയും തേച്ച് കുറച്ച് കറുത്ത എള്ളും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച പോലെ തന്നെ ഇതും കൂടെ നമ്മൾ ഓവനിലേക്ക് ഇട്ട് ഒരു 12 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ 10,000 ജിബനും ഇവിടെ ശരിയായിരിക്കുകയാണ്, 10,000 ചിക്കനും കൂടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.